ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും എൻ്റെ കുക്കിംഗ് വിത്ത് പാത്തു എന്ന ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കള്ളത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുറച്ച് പേരൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ശരിയായി കിട്ടാത്തവരുണ്ട്. അപ്പോൾ കറക്റ്റ് മെഷറൊക്കെ എടുത്ത് ഒന്ന് തയ്യാറാക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കള്ളത്തപ്പം തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 100 ഗ്രാം അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ശർക്കര ഒന്ന് അലിഞ്ഞ് നമുക്കിത് പാനിയാക്കിയിട്ടെടുക്കാം. ഇനി നമുക്ക് വേണ്ട പച്ചരിയാണ്. ഞാനിപ്പോൾ 1 കപ്പ് പച്ചരി ഒരു 6 മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലേ നല്ലപോലെ ഇത് നമുക്കൊന്ന് അരച്ച് എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതുപോലെ ഒരു ജാറിലേക്ക് പച്ചരി ഒന്ന് കഴുകി അതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത തന്നെ അതിലേക്ക് 1/2 കപ്പ് അളവിൽ വേവിച്ച ചോറ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ അതേ 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കള്ളത്തപ്പത്തിന് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു 3 ഏലക്കായും പിന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവ നല്ലപോലെ നരച്ചെടുക്കണം. ദോശമാവ് ഇരിക്കുന്ന ആ ഒരു ഫോമിലായിരിക്കണം ഇതൊന്ന് കിട്ടേണ്ടത്. ഞാനതൊരു ബൗളിലേക്ക് മാറ്റിയാണ്. അതിലേക്ക് ഇനി ചേർക്കേണ്ട ശർക്കരപ്പാനിയാണ്. ശർക്കരപ്പാനി നല്ല തിളച്ചതിന് ശേഷം വേണം അതിലേക്ക് ചേർക്കേണ്ടത്. എന്നിട്ട് അപ്പം തന്നെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി അടുത്ത് ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടി ഇതുപോലെ തന്നെ കുറച്ചൊഴിച്ച് അപ്പം തന്നെ നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു ഇങ്ങനെ പിരിഞ്ഞ് പോകുന്ന ആ ഒരു ഫോമിൽ വേണം ഇതിരിക്കേണ്ടത്. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടും മാവ് ഇങ്ങനെ പിരിഞ്ഞിരിഞ്ഞ് വരുന്ന ആ ഫോമിൽ ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വെള്ളം നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. മധുരം ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. 1/2 കപ്പ് നെയ്യിലിട്ട് വറുത്തെടുത്ത തേങ്ങാക്കൊന്തും 3 ടീസ്പൂൺ അളവിൽ നെയ്യിലിട്ട് വറുത്ത അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകവും കൂടി ചേർത്ത് കൊടുത്ത് അവ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. കരിഞ്ജീരകത്തിന് പകരം എള്ളും വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിൻ്റെ പാതി അളവിൽ വേണം അതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കേണ്ടത്. പിന്നെ ഒരു കാര്യം, നല്ല വൃത്തിക്ക് അതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മളിത് വേവിക്കുന്ന സമയത്ത് ചില ഭാഗത്ത് പൊങ്ങിയും താഴെ ഇരിക്കും. നമുക്കിതൊന്നും ശരിയായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ശരി, നമുക്കിതൊന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് സൈഡ് ഭാഗത്തൊക്കെ ഒന്ന് ആക്കി കൊടുക്കണം. എങ്കിലേ നമ്മൾ കള്ളത്തപ്പം വേവിച്ചെടുക്കുന്ന സമയത്ത് നമുക്കതൊന്ന് അതിൽ നിന്ന് വിട്ടിട്ടേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, ബാറ്റർ അതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് കുക്കർ നല്ല ചൂടായിരിക്കണം. ആവി പറക്കുന്ന ചൂടിൽ വേണം നമ്മളെ ബാറ്റർ അതിലേക്ക് ഒഴിക്കാൻ. എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള ഈ വിസിലൊന്ന് എടുത്ത് മാറ്റുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് മിനിമം 50 മിനിറ്റ്സ് വെച്ച് വേണം നമുക്ക് ഈ കള്ളത്തപ്പം റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. കറക്റ്റ് 15 മിനിറ്റ് ആകുമ്പം അതിൻ്റെ മുകളിൽ നിന്ന് നല്ല ആവി വരും. അപ്പോൾ നമുക്കിതിൻ്റെ മൂടി തുറക്കാം. ഈ കള്ളത്തപ്പത്തിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലപോലെ വെന്തോന്നറിയാൻ ഇതുപോലൊരു പപ്പടം കുത്തി വെച്ചൊന്ന് കുത്തി നോക്കാം. ഒട്ടും തന്നെ അതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പം കള്ളത്തപ്പം ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് കുക്കറിൽ നിന്ന് എടുക്കാം. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ സൂപ്പർ സോഫ്റ്റി ആയിട്ടുള്ള ഒരു കള്ളത്തപ്പമാണിത്. പിന്നെ എനിക്ക് ചെറിയ കുക്കർ ആയതുകൊണ്ട് ഞാൻ അത് 2 എണ്ണമാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്. നിങ്ങളിപ്പോൾ വലിയ കുക്കറിലാണ് ഇത് തയ്യാറാക്കിയിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ബാറ്റർ മുഴുവനായിട്ടും അതിലേക്കങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റിയാണ് നമ്മുടെ കള്ളത്തപ്പം. വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കിയിട്ട് എടുക്കാൻ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. പിന്നെ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത സാധനങ്ങളെല്ലാം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. വീട്ടിലൊക്കെ വിരുന്നുകാർ വരുമ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരം കൂടിയാണിത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഇതിലും നല്ല റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും
മറക്കരുത്. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.